ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. നല്ല സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. എത്ര കഴിച്ചാലും മതി വരില്ല. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ മീഡിയം സൈസിലുള്ള 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. തൊലി നല്ല പോലെ കറുത്തു പോയെങ്കിലും പഴുപ്പ് ഒരു മീഡിയം പഴുപ്പാണ്. ഈ ഒരു 3 നേന്ത്രപ്പഴവും ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇതിനായി ഇനി ഒരു മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് അളവ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദയിൽ ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിൻ്റെ 1/2 കപ്പ് അളവിൽ 3/4 കപ്പായിട്ടാണ് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ടും അതുപോലെ ഇതിൻ്റെ മധുരത്തിന് വേണ്ടിയിട്ടും ഞാനിവിടെ ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ഇതിൻ്റെ മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കുഴച്ചെടുക്കാനായിട്ട് പിന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ പരുവം തെറ്റിപ്പോവും. ഞാൻ അതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയോളം ഞാൻ ഒഴിച്ചു കൊടുത്തു. അത് പോരാതെ വന്നപ്പോൾ കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും വേണ്ട. ഇപ്പോൾ ഇത് കറക്റ്റാണ്. ഈ ഒരു ബാറ്റർ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കേണ്ടത്. ഒരുപാടങ്ങ് ലൂസായി പോയാൽ പരുവം തെറ്റിപ്പോവും. ഞാനിപ്പോൾ ഇവിടെ വിസ്ക് വെച്ചിട്ട് നല്ല പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ മാവിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് നേരെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഓരോ പീസും ഈ ഒരു മാവിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ മാവ് ആ ഒരു പഴം മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ എടുക്കണം. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഞാനിവിടെ ഓരോ പഴവും ഇതേപോലെ മാവിലേക്ക് മുക്കിയെടുത്തുകൊണ്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഓരോന്നോരോന്നായി ഞാനിവിടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ വീട്ടിൽ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ. നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു സ്നാക്സ് ചോദിച്ചു കഴിഞ്ഞാലൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നല്ല ടേസ്റ്റുമാണ്. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വയ്ക്കുകയോ കുറച്ച് വയ്ക്കുകയോ ചെയ്യരുത്. ഞാനിവിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഞാൻ ഇതിൻ്റെ അകം എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളത് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.